അച്ചു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു ഉള്ളിൽ ആഗ്രഹം അച്ചുവിനുണ്ടോ? അതോ? അതെനിക്കറിയില്ല. ബട്ട് നമ്മൾ ഓൾറെഡി അച്ചു എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഷീ ഡിഡ്ന്റ് വാണ്ട് ടു കം ഇൻ ടു പൊളിറ്റിക്സ്. മറിയ ഓൾസോ ഡിഡ്ന്റ് വാണ്ട് ടു കം ടു പൊളിറ്റിക്സ് ബിക്കോസ് അപ്പ ഡിഡ്ന്റ് വാണ്ട്. കാരണം അദ്ദേഹം ഒരു താല്പര്യക്കുറവ് കാണിച്ചെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയില്ല, എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഫാദർ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇത് അച്ചുവിന്റെ അടുത്ത് പറഞ്ഞു. അച്ചു നിംസ് ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ അടുത്ത് പറഞ്ഞു. സോ അതിനെ കുറിച്ച് എനിക്കറിയുള്ളൂ. കോളേജ് ലൈഫിൽ പുള്ളിക്കാരത്തി ആക്റ്റീവ് ആയിരുന്നു. പിന്നെ അപ്പയ്ക്ക് താല്പര്യമില്ലാന്നും പറഞ്ഞുകൊണ്ടാണ് അവര് പിന്നെ അത് വിട്ടങ്ങ് ഫാമിലി ലൈഫിലോട്ട് പോയതും. മറിയയ്ക്ക് താല്പര്യമുള്ള ആളെ അല്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി ഒരു 7-8 വർഷമായിട്ട് പുള്ളിക്കാരത്തി ആക്റ്റീവായിട്ട് ഇതേപോലെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. ഓക്കെ. ഇപ്പം അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് സാറിന് എന്നതായിരുന്നു എയിം? ഒന്ന് എന്താവണം, ഒരു എയിം ഉണ്ടാവുമല്ലോ സാർ? എനിക്ക് വേറെ സത്യം പറഞ്ഞാൽ ഇന്നത് പഠിച്ച് ഇന്നതാവണം ഒറ്റ തീരുമാനമുള്ളായിരുന്നു. എന്നതാ? പൊളിറ്റിക്സ്. ആണോ? എന്റെ സ്കൂളില് ഞാൻ മാത്രമാണ് പൊളിറ്റിക്സ് എന്ന് സ്ഥിരമായി പറഞ്ഞിട്ടുള്ളത്. ഒരാളും വേറെ പറഞ്ഞു. മേ ബി നമ്മുടെ ആ ബോൺ ആൻഡ് ബോട്ടം അതായതുകൊണ്ടാണോ, അതോ ചിലപ്പോ ചിലർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഞാൻ ഡോക്ടർ ആവണം വലുതാവുമ്പം? അഫ്കോഴ്സ് അപ്പൻ പൊളിറ്റിക്സിലുണ്ട്, ഇല്ല അതല്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്കൊരു വേറൊരു ഓപ്ഷൻ ഞാൻ എന്താ ചിന്തിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടോ അത് തന്നെയാണെന്നുള്ള തീരുമാനത്തിലായിരുന്നു. ഓക്കെ. അപ്പൊ സാറിന് വെരി ആക്റ്റീവായിട്ട് സാറിന് പൊളിറ്റിക്സിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പക്ഷെ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് ഇതുവരെ വിളമ്പിയില്ല. ഞാൻ ആദ്യം ഒന്ന് വിളമ്പിയേച്ച് ഇനി ബാക്കി വർത്താനം പറയാം. എന്തായാലും സാർ നെക്സ്റ്റ് ടൈം ഞങ്ങൾ വിളിക്കുമ്പോ വരുമ്പോഴേ എനിക്ക് ഒരു പ്ലേറ്റിലും കൂടെ വിളമ്പാൻ ചാൻസ് തരണേ. അമ്മയല്ല, അമ്മയ്ക്ക് അല്ലാതെ ഞാൻ കൊടുത്തോളാം. ഈ കൊല്ലം അല്ലേ, അപ്പൊ പിന്നെ എന്തായാലും ഞാൻ ഈ കൊല്ലം വിളിച്ചോളാം. ലോകത്തും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച ഒരാളാണ് എന്റെ പിതാവ്. അതെ. അപ്പൊ മകനും ഇത് പരിഹരിക്കാം. മകന് മാത്രമേ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഏക പ്രശ്നം അത് പുള്ളിക്ക് അദ്ദേഹത്തിന് എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നേ? അത് അദ്ദേഹത്തെ കൊണ്ട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. അത് മകന് മാത്രമേ പറ്റത്തുള്ളൂ. അത് അങ്ങനെ ചുമ്മാ അപ്പന്റെ തല കൊണ്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേക്ക്, ഈ കൊല്ലം അങ്ങ് സമ്മതിച്ചേക്ക്. അമ്മയ്ക്ക് ആരോഗ്യമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമില്ല. അമ്മയും വരായിരുന്നേ, അപ്പം പനി വന്നു. അയ്യോ. അല്ലെങ്കിൽ ഇപ്പൊ ഓക്കെ അല്ലേ അമ്മ? ഈ കഴിച്ചോണ്ടിരിക്കുമ്പോ അധികം വർത്താനം പറയിപ്പിക്കുകയല്ല, പക്ഷെ എന്നാലും ചോദിച്ചു പോകുന്നേ ഉള്ളൂ. സാറിന് ഈ സിനിമയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്? ഞാൻ ഈയിടെയായിട്ട് സിനിമ കുറവാണ്, പക്ഷെ കാണാറുണ്ട്. എൻജോയ് ചെയ്യാൻ. പാട്ട്? അയ്യോ, ഈ ഇടയിൽ ഒരിടത്ത് എവിടെയോ പാട്ട് പാടിയില്ലായിരുന്നു? അത് നല്ല പാട്ടായിരുന്നില്ലേ? ഒന്ന് പാടാവോ? എല്ലാരും എന്നത്തിനല്ലേ പാട്ട് പാടാമെന്ന് ചോദിക്കുമ്പോ എല്ലാരും ചിരിക്കുന്ന എന്നത്തിനാ? നമുക്കറിയാവുന്ന പോലെ അല്ലേ പാടാനൊക്കത്തുള്ളൂ. ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ. ഞാനല്ലല്ലോ പറഞ്ഞ, സ്വന്തമായിട്ടല്ലേ ചിരിച്ചേ. ഞാൻ വലിയ കാര്യമായിട്ടാ ചോദിച്ചേ. അപ്പൊ എല്ലാം അങ്ങ് ചിരിച്ചങ്ങ് കളഞ്ഞു. നല്ലതായതുകൊണ്ടാ പറയുന്നത്. ഏത് പാട്ടാ കേട്ടെ? വെണ്ണില ചന്ദന അല്ലി. അത് വേറെ പാട്ട് പാടിയാ? അത് കേട്ടില്ല. അമ്പലപ്പുഴ. അത് മതി എനിക്ക്. ഏതേലും ഒന്ന് നല്ലതല്ലേ. ഈ കഴിക്കുമ്പോ പാടാൻ പറ്റുമോ? ഇപ്പൊ അങ്ങനെയായേ. അന്ന കൊഴപ്പില്ല. സംസാരിക്കാൻ പറ്റത്തില്ല, പാടാനും പറ്റൂലോ? സംസാരിക്കാൻ പറ്റും അല്ലേ, പാടാൻ പറ്റിയല്ലായിരിക്കും. എന്നാ പിന്നെ കഴിച്ചേച്ച് പാടിച്ചത് എല്ലാം പോട്ടെ സാർ. ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ. സാർ ഇന്ന് വന്നപ്പോ എനിക്ക് മെയിൻ ആയിട്ട് ഇത് മാത്രമേ സാറിനോട് പറയാനുണ്ടായിരുന്നു. കല്യാണം കഴിക്കാനുള്ളത് മെയിൻ ആയിട്ടോ ഒന്ന് ഫസ്റ്റ് വാക്കാണ്. ഓക്കെ. സെക്കൻഡ് സാർ, ഈ ഒരു കാര്യവും കൂടെ ഉള്ളൂ, നമ്മുടെ യൂത്തിനെ ഇപ്പൊ ഒന്ന് രക്ഷിച്ചെടുക്കണം. ബിക്കോസ് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ യൂത്ത് ആണ് ഇപ്പൊ. ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ സാറിനെ ഫോഴ്സ് ചെയ്യുക. അതെ. അത് ഈ ഇദ്ദേഹത്തിന് ഇതിനകത്തുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര സ്ട്രോങ്, അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അവര് ഇറങ്ങി ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഞാൻ അവരിലേക്ക് തീർച്ചയായിട്ടും പകർന്നു കൊടുക്കാം സാർ. പിന്നെ സാർ പാട്ട് പറ്റുമോ? പാട്ട് വേണമെങ്കിൽ വെണ്ണിലാ ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. താങ്ക് യു.